പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10. പ്രധാന വാർത്തകൾ. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജോലിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥാപനങ്ങൾ നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പുറം ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കണം. ജോലി ആവശ്യാർത്ഥമുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മഴ ശക്തമായതിന് പിന്നാലെ ബൗഷർ ആമിറാത്ത് ചുരം റോഡ് അടച്ചു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണം. കാലാവസ്ഥ സാധാരണ നിലയിലാകുന്നതുവരെ നിലവിലെ സാഹചര്യം തുടരും. പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മസ്കത്ത് ഗവർണറേറ്റിലെ മുഴുവൻ പാർക്കുകളും ഗാർഡനുകളും താൽക്കാലികമായി അടച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മാറിയാൽ പാർക്കുകളും ഗാർഡനുകളും സന്ദർശകരെ അനുവദിക്കുമെന്നും മസ്കത്ത് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ഗവർണറേറ്റുകളിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. ദാഹിറ, ബുറൈമി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലാണ് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നത്. മറ്റു ഗവർണറേറ്റുകളിൽ കാലാവസ്ഥ നിരീക്ഷിച്ച് പ്രാദേശിക എഡ്യൂക്കേഷൻ ഡയറക്ടർമാർ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കുത്തിയൊലിച്ച വാദികളിൽ കുടുങ്ങിയ നിരവധി പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി. വാഹനങ്ങളുമായി വാദിയിലകപ്പെട്ടവരെയും ഇന്നലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. മഴ സമയങ്ങളിലും വാദികൾ നിറഞ്ഞൊഴുകുമ്പോഴും വാദി മുറിച്ചു കടക്കരുതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. വാദിയിൽ ഇറങ്ങുകയോ വാഹനം ഇറക്കുകയോ ചെയ്യരുത്. കുട്ടികൾ വാദികളിൽ ഇറങ്ങുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുകയും വേണം. നിയമം ലംഘിക്കുന്നവർക്ക് 500 റിയാൽ പിഴയും 3 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. മുൻ കേരള ചീഫ് വിപ്പും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന പി സീതി ഹാജിയുടെ സ്മരണയ്ക്കായി റൂവി KMCC സംഘടിപ്പിച്ച 4ാമത് 6A സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ മസ്കത്ത് ഹമ്മേഴ്സ് FC ജേതാക്കളായി. ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് FC കേരളയെ പരാജയപ്പെടുത്തിയാണ് 4ാമത് സീതി ഹാജി കപ്പ് സ്വന്തമാക്കിയത്. ലൂസേഴ്സ് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഫിഫ മബേല മന്നപ്പട FCയെ പരാജയപ്പെടുത്തി 3ാം സ്ഥാനം കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി മസ്കത്ത് ഹമ്മേഴ്സ് താരം ഫാസിലിനെയും മികച്ച ഗോൾ കീപ്പറായി മന്നപ്പട FCയുടെ അക്ഷയെയും മികച്ച പ്രതിരോധ താരമായി മസ്കത്ത് ഹമ്മേഴ്സ് താരം ചെമ്മുവിനെയും ടോപ്പ് സ്കോററായി ഫിഫ മൊബേലയുടെ നദീമിനെയും തിരഞ്ഞെടുത്തു. കനത്ത മഴയെ തുടർന്ന് ബുറൈമി ഗവർണറേറ്റിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മേൽക്കൂരയുടെ ഒരു ഭാഗം തകരുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം താമസക്കാരെ ബുറൈമിയിലെ ഷെൽട്ടറിലേക്ക് മാറ്റി. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിലെ ആദ്യ മാർത്തോമ ദേവാലയമായ മാർത്തോമ ചർച്ച് ഇൻ ഒമാൻ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം റൂവി സെന്റ് തോമസ് ദേവാലയത്തിൽ മാർത്തോമ അഭിവന്ദ്യ യൂയാക്കി മാർ കൂറിലോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി സാജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് പങ്കെടുത്ത സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA മുഖ്യാതിഥിയായിരുന്നു. വ്യവസായികളായ ഡോക്ടർ P മുഹമ്മദ് അലി, കിരൺ ആഷർ എന്നിവരെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആദരിച്ചു. മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മാൻവി ടു മസ്കത്ത് എന്ന പേരിൽ മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ നടന്നുവരുന്ന ലെക്ചർ സീരീസ് ഇത്തവണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് അരങ്ങേറിയത്. സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി അസോസിയേഷൻ പ്രൊഫസർ സന്ധ്യ റഊ മെഹ്ത പ്രഭാഷണം നടത്തി. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന സന്ദേശത്തിൽ പ്രൊഫസർ സന്ധ്യ റഊ മെഹ്ത സംസാരിച്ചു. വിവിധ ചരിത്ര സംഭവങ്ങളെയും ആനുകാലിക വിഷയങ്ങളെയും കോർത്തിണക്കിയായിരുന്നു പ്രഭാഷണം. വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച പരിപാടി നിരവധി പേർ പങ്കെടുത്തു. 5ാമത് സെഷനാണ് വെള്ളിയാഴ്ച നടന്നത്. അംബാസഡർ അമിത് നാരംഗ്, പത്നി ദിവ്യ നാരംഗ് എന്നിവർ ചേർന്ന് സന്ധ്യ റഊ മെഹ്തയ്ക്ക് മെമൻറ്റോ സമ്മാനിച്ചു.
മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരുമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇന്ന് ഷഅബാൻ 29 ഇന്ന് മാസം കണ്ടാൽ നാളെ റമസാൻ 1 മാസപ്പിറ ദൃശ്യമായില്ലെങ്കിൽ നാളെ ഷഅബാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ചയാകും റമസാൻ 1. അതേസമയം റമസാൻ മാസപ്പിറവി ദൃശ്യമാകുന്നവർ വാലി ഓഫീസുകളിലോ അതാത് വിലായത്തുകളിലെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ വിവരമറിയിക്കണമെന്ന് ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കാനും മറ്റുമായി മസ്കത്ത് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ 2ാം പതിപ്പിന് തുടക്കം കുറിച്ച് കിംസ് ഹെൽത്ത് ഒമാൻ ഹോസ്പിറ്റൽ. ഫിറ്റ്നസ് നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനും അമിതവണ്ണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് ഒമാനിലെ താമസക്കാർക്കിടയിൽ അവബോധം വളർത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ രജിസ്ട്രേഷൻ മാർച്ച് 10 മുതൽ ഏപ്രിൽ 10 വരെ നടക്കും. ചലഞ്ച് ഔദ്യോഗികമായി ഏപ്രിൽ 15 ആരംഭിച്ച് മെയ് 25 സമാപിക്കും. ചലഞ്ചിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി രജിസ്ട്രേഷൻ സമയത്ത് മെഡിക്കൽ ചെക്കപ്പുകളും നടത്തും. ഒമാന്റെ വടക്കൻ മേഖലയിൽ ഇന്നലെയും പരക്കെ മഴ പെയ്തു. വിവിധ വിലായത്തിൽ മഴ ശക്തമായിരുന്നു. ചിലയിടങ്ങളിൽ നേരിയ തോതിലുള്ള മഴ ലഭിച്ചു. തലസ്ഥാന നഗരിയിലും രാത്രിയോടെ ശക്തമായ മഴ ലഭിച്ചു. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ കുറവ് വന്നിട്ടുണ്ട്. റൂവി, വാദി കബീർ, മഹ്ദ, സുഹാർ, ലിവ, യങ്കൽ, ഷിനാസ്, ജലാൻ, ബനി ബു അലി, ഇസ്കി, നിസ്വ, സമായിൽ, മസീറ, ദൽകുത്ത്, ബുറൈമി, സൂർ, ബഹ്ല, ഹൈമ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത്. ജബൽ ഹജർ നിരകളിലും മഴ കനത്തു. വിവിധ സ്ഥലങ്ങളിൽ ആലിപ്പഴവർഷവും ഉണ്ടായി. ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞു കവിഞ്ഞു. വാദികൾ നിറഞ്ഞു കവിഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ ചിലതിൽ വെള്ളം കയറി. ചിലയിടങ്ങളിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും കാര്യമായ അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. മേഘം മൂടിയതോടെ പ്രധാന റോഡുകളിൽ കാഴ്ചപരിധി കുറവായിരുന്നു. അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് വാഹനങ്ങൾ വേഗത കുറച്ചാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾ വാഹനം ഓടിച്ചത്. തെക്കൻ ഗവർണറേറ്റുകളിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.